ത്രികോണ പോരാട്ടമൊന്നുമില്ല. ഞാൻ പറയില്ല, പല മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിലാണ് മത്സരമെങ്കിൽ ഇവിടെ UDFും BJPയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതൊരു ത്രികോണ പോരാട്ടമൊന്നും ഇവിടെ ഇല്ല. ജീവശ്വാസം പോലെ കാത്തു സൂക്ഷിക്കുക എന്ന ദൗത്യമായി നമ്മുടെ സ്വന്തം പാലക്കാടിനെ ആവേശത്തിലാക്കി രമേശ് പിഷാരടി എന്ന UDF സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. പാലക്കാട് ഒരു സ്വീകരണം എങ്ങനെയുണ്ട്? അതിഗംഭീരമാണ്. ഞാൻ പാലക്കാട് ഓരോ സ്ഥാനാർത്ഥികൾക്കും UDFന്റെ ഓരോ സ്ഥാനാർത്ഥികൾക്കും കൊടുക്കുന്ന സ്വീകരണത്തിന്റെയും സ്നേഹവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. അത് വളരെ വലിയൊരു സ്വീകരണം തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അതിൽ അതിയായ സന്തോഷമുണ്ട്. നേരത്തെയൊക്കെ താരപ്രചാരകനായൊക്കെ വന്നിട്ടുണ്ട് ഷാഫിക്കും രാഹുലിനൊക്കെ വേണ്ടി. ഇപ്പൊ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥയിലെ മാറ്റം എന്താ? എനിക്ക് അങ്ങനെ മാനസികാവസ്ഥയിൽ ഓവർ എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പരാതികളുള്ള ഒരാളായിരുന്നില്ല. ഞാൻ എപ്പോഴും ഒരു UDFന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ്, ഒരു വലിയ ഭരണമാറ്റം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് ഏതെല്ലാം വിധേയന എനിക്ക് ഭാഗമാകാൻ പറ്റുമോ അങ്ങനെ എല്ലാം ചെയ്യാൻ തീരുമാനിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്നും ഒരു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പെടുത്തുന്ന രീതിയിൽ വോട്ടിംഗ് പാറ്റേൺ കാണിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് പാലക്കാട് നിയോജകമണ്ഡലം എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാ കാലത്തും നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്, നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റവും ഇത്തവണ ഉണ്ടാവില്ല. ഒരു ത്രികോണ പോരാട്ടമാണോ അതോ BJPയും UDFും തമ്മിലുള്ള ഒരു നേരിട്ട പോരാട്ടമാണോ? ഇവിടെ ത്രികോണ പോരാട്ടമൊന്നുമില്ല. ഞാൻ പറയില്ല, പല മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിലാണ് മത്സരമെങ്കിൽ ഇവിടെ UDFും BJPയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതൊരു ത്രികോണ പോരാട്ടമൊന്നും ഇവിടെ ഇല്ല. VK ശ്രീകണ്ഠന് കൂടിയുണ്ട്. ഇപ്പൊ പാലക്കാട് ഈ UDFനെ സ്വീകരിച്ചാണ്. പിഷാരടിയെ ഏത് രീതിയിൽ പാലക്കാട്ടുകാർ ഏറ്റെടുക്കും? പിഷാരടിയെ പാലക്കാട് എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്തിരിക്കുക. കാരണം അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചാരകനായിട്ട് വന്ന് ഇപ്പൊ സ്ഥാനാർത്ഥിയായി UDFന്റെ തേരാളിയായിട്ട് എത്തിയിരിക്കുകയാണ്. ആളുകളുടെ മനോഭാവം കണ്ടില്ലേ, അവരുടെ സന്തോഷം കണ്ടില്ലേ, അവരുടെ ഉത്സാഹം കണ്ടില്ലേ. UDF പ്രവർത്തകർ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും UDFന്റെ സ്ഥാനാർത്ഥിയെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ്. ഇതൊരു മതേതര മനസ്സാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം UDF നടത്തുമെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ജനങ്ങൾ പിഷാരടിയെ കാണാൻ വന്നിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി പിഷാരടി ജയിക്കും. രമേശ് പിഷാരടി പാലക്കാടിന്റെ മണ്ണിൽ കാലെടുത്ത് വെച്ചതിന് തൊട്ടു പിന്നാലെ ശ്രീകണ്ഠനുമായിട്ട് ഒരു ചെറിയ ആവശ്യവുമായിട്ട് ശ്രീകണ്ഠനെ സമീപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. താൻ പാർട്ടിക്ക് പുറത്താണ്, തനിക്ക് ഒരു പരാതിയുമില്ല, താൻ മത്സരിക്കാനില്ല, സ്വതന്ത്രനാവാനില്ല, ഒന്നുമില്ല. പാർട്ടി എന്നാണോ ഇനി തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നത് അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു ചെറിയ ഇളവ്, ഒരു ചെറിയ എക്സ്ക്യൂസ് തനിക്ക് വേണമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ശ്രീകണ്ഠനുമായി ചെറിയ ഒരു അഭിമുഖം അല്ലെങ്കിൽ ചെറിയ ഒരു ആശയവിനിമയം നടത്തിയിരിക്കുന്നത് എന്ന വാർത്തകൾ പാലക്കാട്ട് നിന്ന് വരുന്നു. എന്തിളവാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത്? അത് മറ്റൊന്നുമല്ല, തനിക്ക് പാലക്കാട് ഇറങ്ങി രമേശ് പിഷാരടിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങാനുള്ള അനുവാദം നൽകണമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ശ്രീകണ്ഠനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു ഇളവ് തനിക്ക് അനുവദിച്ചു തരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എത്തിയിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, താനില്ലെങ്കിൽ, ഞാൻ മത്സരിച്ചില്ലെങ്കിൽ, രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ BJP വിജയിക്കുമെന്നുള്ള വലിയ ഊഹാപോഹങ്ങള് അന്തംഗമ്യ അടിമകൾ, സൈബർ അടിമകൾ, പിണറായി വിജയന്റെ തീട്ടം നക്കുന്ന അടിമകള് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അങ്ങനെയല്ല, രമേശ് പിഷാരടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ഒരിളവ്, തനിക്ക് അതിനുള്ള ഒരു അനുവാദം, അതിനുള്ള ഒരു സമ്മതം തരണമെന്നാണ് ശ്രീകണ്ഠനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവുകയാണ്. ഇന്ന് രമേശ് പിഷാരടി പാലക്കാടിന്റെ മണ്ണിലെത്തിയപ്പോൾ ഒരു വലിയ ജനബാഹുല്യം തന്നെ പാലക്കാടിന്റെ മണ്ണില് ഇന്ന് രമേശ് പിഷാരടിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലേ?
നമ്മളിപ്പോൾ പലയിടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ഇലക്ഷൻ വാർത്തകൾക്കിടയിൽ എസ്പെഷ്യലി പാലക്കാടുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെ രമേശ് പിഷാരടി തോൽക്കും, BJPക്ക് സീറ്റ്, സതീശൻ തോക്കുന്ന ദിവസത്തിന് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അന്തംഗമ്മി അടിമകള്, ആ ആളുകള് അവരുടെ ഈ പറയുന്ന കാലിനിടയിൽ കോലിട്ട് തിരിക്കുന്ന ഏർപ്പാട് ഇവിടെ നിർത്തിക്കോ. പാലക്കാട് ഇന്ന് കണ്ടത് വെറും ഒരു ട്രെയിലർ മാത്രമാണ്. പിക്ചർ അബീബി ബാക്കി ഹെ ബായ് എന്ന് പറഞ്ഞതുപോലെ ഇനിയും വരാനിരിക്കുന്നുണ്ട്. വളരെ കൃത്യമാണ്. പിഷാരടിയുടെ നിലപാട് വളരെ കൃത്യമാണ്. ഇന്ന് പാലക്കാട്ടേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് പിഷാരടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു, രാഹുലും ഷാഫിയും ചെയ്തു വെച്ചതിൻ്റെ തുടർച്ച അത് പാലക്കാട്ട് ഉണ്ടാക്കുമെന്നുള്ളത് വളരെ കൃത്യമാണല്ലോ അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ 1.5 വർഷക്കാലം, അതിനു മുമ്പ് 3 ടേമുകളിലായിട്ട് ഷാഫി തുടങ്ങി വെച്ചത്, അതിനൊരു തുടർച്ച എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ചില തുടർച്ചകൾ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞാൽ രാഹുൽ ഇപ്പോൾ ഏറ്റവും പൂർത്തീകരിക്കേണ്ട ചില പദ്ധതികൾ അവിടെയുണ്ട് രാഹുൽ തുടങ്ങി വെച്ചത്. അതിൻ്റെയൊക്കെ പൂർത്തീകരണം താൻ നടത്തും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് രമേശ് പിഷാരടി പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തവുമാണ്. ഇന്നിപ്പോൾ പാലക്കാട്ട് ആയിരങ്ങളാണ് ഇന്ന് തടിച്ചു കൂടിയത്. രമേശ് പിഷാരടിയുടെ ഈ റോഡ് ഷോ എന്ന് പറഞ്ഞാൽ രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് എത്തിയ ഇന്നത്തെ ദിവസം രമേശ് പിഷാരടിയുടെ റോഡ് ഷോയിൽ ആയിരങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു. 2026 മെയ് 4 റിസൾട്ട് എണ്ണിക്കഴിയുമ്പോൾ പാലക്കാട്ട് നിന്ന് വിജയിച്ച് കയറുന്ന സ്ഥാനാർത്ഥിയായിട്ട് രമേശ് പിഷാരടി കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ആരൊക്കെ ഇറങ്ങിയാലും ആരൊക്കെ ഇറങ്ങിയില്ലെങ്കിലും പാലക്കാടിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കാവില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഇതുപോലെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴായിട്ട് പല സമയങ്ങളിലായിട്ട്, ഇല്ലേ? കേട്ടിട്ടില്ലേ? എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു, എന്തൊക്കെ കണക്ക് കൂട്ടലുകളായിരുന്നു ഓരോരുത്തരും നടത്തിക്കൊണ്ടിരുന്നത് പാലക്കാടിനെ കുറിച്ച്. 2024 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എഴുതുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പോലും എന്തൊക്കെ കണക്ക് കൂട്ടലാ. 1ഉം 2ഉം ഘട്ടം കഴിഞ്ഞ് 3ആം ഘട്ടം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കണക്ക് കൂട്ടലുകളായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് റിസൾട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഈ കണക്ക് കൂട്ടലൊക്കെ കാറ്റിൽ പറത്തി അല്ലേ? UDFനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും അടിത്തറ തകർന്നു. അവരെ 3ആം സ്ഥാനത്തേക്ക്, രാഹുൽ മാങ്കൂട്ടത്തിലെ 3ആം സ്ഥാനത്തേക്ക് കണക്ക് കൂട്ടി പറഞ്ഞു വിട്ടവര് പെട്ടി തുറന്ന് പൊട്ടിച്ചെണ്ണിയപ്പോൾ രാഹുൽ 1ആം സ്ഥാനത്ത് 18,806 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പിഷാരടി തോക്കും, BJP വിജയിക്കും എന്ന് പറയുന്ന അന്തംഗമ്മി അടിമകൾ, ഞാൻ നേരത്തെ നിങ്ങളുമായിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തെളിവടക്കം. പിഷാരടി ഇന്നലെ തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ആ കുറിപ്പിന് താഴെ വന്നിട്ട് പിഷാരടി തോക്കും, സീറ്റ് BJPക്ക് എന്ന് പറഞ്ഞ ഒരു അന്തംഗമ്മി അടിമ. ആ അടിമ അത് പറഞ്ഞിട്ട് പറഞ്ഞ ആള് ആരാണ് എന്ന് നോക്കാൻ വേണ്ടി കയറി നോക്കുമ്പോൾ നല്ല 1ാം തരം പിണറായി വിജയൻ്റെ തീട്ടം തിന്നുന്ന അടിമ. അപ്പം ഇത്തരത്തിലുള്ള അടിമകൾ ഇങ്ങനെ തൂറി വിരകുന്നുണ്ട്. കമൻറ്റ് ബോക്സിലും ഇത്തരത്തിൽ ന്യൂസുകളുടെ താഴെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല വീഡിയോകളുടെ താഴെയും അല്ലാതെയും ഒക്കെ ആയിട്ട് ഈ സോഷ്യൽ മീഡിയകളിൽ ഈ അന്തംഗമ്മികൾ തീട്ടം കൊണ്ടൊരു ആറാട്ട് നടത്തുക. കാരണം എന്താ? അടിമകൾക്ക് തീട്ടം തിന്നേ പരിചയമുള്ളൂ. ഇപ്പോൾ തൂറിയെത്തി ആ തൂറാത്തവൻ തൂറിയപ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെയാണ് അന്തംഗമ്മി അടിമകൾ തീട്ടം ഇങ്ങനെ വാരി വെതറുകയാണ്. എന്നാൽ ഇവറ്റകൾക്ക് പാലക്കാട് വോട്ടുണ്ടോ? ഇല്ല. ഇവറ്റകൾക്ക് കേരളത്തിൽ വോട്ടുണ്ടോ? ചിലയിടത്തിന് വോട്ട് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇവറ്റകളാണ് വന്നിട്ട്
ആര് തോക്കും? പിഷാരടി തോക്കും. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് BJP കൊടുക്കും. എവിടെ വോട്ടില്ലാത്തവനായി പറയണത്? വോട്ടേഴ്സ് ലിസ്റ്റിൽ, വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ വന്നിട്ട് പറയാണ് രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് BJPക്ക് കൊടുത്തോ. ഇല്ലാത്തവൻ എവിടെ നിന്ന് വോട്ട് ചെയ്യാൻ? ചെയ്യടോ നിങ്ങള്, ചെയ്യേ. ഞാൻ പറഞ്ഞില്ലേ, ഇത് തെരഞ്ഞെടുപ്പാ. ജയം തോൽവികളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാ. പക്ഷേ വെല്ലുവിളികൾ, അത് എല്ലാത്തിനും ഒരു വെല്ലുവിളികളും പ്രതീക്ഷകളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാത്ത രീതിയിൽ വെല്ലുവിളികളൊക്കെ ആയി ഇറങ്ങിയിട്ട് പിഷാരടിയുടെ അങ്ങ് മൂക്കിൽ വലിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഇന്നിപ്പോൾ പാലക്കാട്ട് കിട്ടിയത്. മനസ്സിലായില്ലേ? ജനം ഇങ്ങനെ നിറഞ്ഞൊഴുകുക, ആയിരങ്ങളുടെ അകമ്പടിയിലാണ് പിഷാരടിയുടെ റോഡ് ഷോ ഇന്ന് സമാപിച്ചത്. ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, പാലക്കാട്ട് UDFൻ്റെ കുത്തക സിറ്റിംഗ് സീറ്റാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതാ. അതാവാത്തതിൽ വലിയ വിഷമമുണ്ട്, സങ്കടമുണ്ട്, ശരി തന്നെ. പക്ഷേ എന്ന് വിചാരിച്ച് പല കാരണങ്ങളാൽ രാഹുലിനെ പാർട്ടി മാറ്റി നിർത്തുമ്പോൾ അവിടേക്ക് എത്തുന്ന സ്ഥാനാർത്ഥി അത് ആരാണെങ്കിലും ഒരൊറ്റ നോട്ടമേ ഉള്ളൂ. പോളിംഗ് ബൂത്തിൽ EVM മെഷീനിൽ നോക്കുമ്പോൾ അവിടെ ചിഹ്നം എന്താണ്? കൈപ്പത്തി അടയാളത്തിൽ ആരാണ് എന്നുള്ളത് നോട്ടല്ല, ചിഹ്നം നോക്കിയിട്ടാണ് വോട്ട്. മനസ്സിലായില്ലേ? അവിടെ രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും രമേശ് പിഷാരടി ആണെങ്കിലും ഒക്കെ ചിഹ്നമാണ് പ്രധാനം. ആ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളത്, ഈ പ്രസ്ഥാനത്തെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന രാഹുലാണെങ്കിലും ഷാഫി ആണെങ്കിലും പിഷാരടി ആണെങ്കിലും ശ്രീകണ്ഠനാണെങ്കിലും ഇവർക്ക് പ്രാധാന്യമുണ്ടാകുന്നത് അവർ ഏത് ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്, അവർ ഏത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് ഒരു കാര്യം മന്ദം കമ്മി അടിമകൾ മനസ്സിലായിക്കോ. എന്തൊക്കെ കാലിനിടയിൽ കവലിട്ട് തിരിച്ച് കൂത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും പാലക്കാട്ട് നിന്ന് രമേശ് പിഷാരടി വിജയിച്ച് കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. പണിയെടുക്കാൻ തന്നെയാ തീരുമാനം. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് 18,806 വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് സമ്മാനിച്ചതും കോൺഗ്രസ്സുകാരാ, അത് സമ്മാനിച്ചതും UDFകാരാ, അത് സമ്മാനിച്ചതും മുസ്ലിം ലീഗുകാരാ. അങ്ങനെ UDFകാരായിട്ടുള്ള ഓരോരുത്തരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ് 18,806 വോട്ട് എന്നുള്ള കാര്യം ആരും മറക്കണ്ട. അതുകൊണ്ട് രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് കുത്തും. കുത്തടോ നിങ്ങൾ, ആർക്കാന്ന് വെച്ച കുത്ത്. മനസ്സിലായില്ലേ? രാഹുലിനെ MLA ആക്കിയതും സ്ഥാനാർത്ഥിയാക്കിയതും വിജയിപ്പിച്ചതും രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതും പാർട്ടിയാ. ആ ബോധ്യം ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? ഇവര് പിണറായി വിജയന്റെ തീട്ടം നക്കിയിട്ട് അതിന് നന്ദി കാണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാ. അവരെ നമ്മൾ പരിഗണിക്കുന്നില്ല. പക്ഷേ ആ ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇപ്പോ തനിക്ക് പ്രചരണത്തിനിറങ്ങുവാനുള്ള അനുവാദം നൽകണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പാലക്കാട്ട് പിഷാരടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് രാഹുൽ മാങ്കൂട്ടം തെരുവിലിറങ്ങി ജനങ്ങളെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും അത്ഭുതം വേണ്ട. അതിനു വേണ്ടി ചിലപ്പോൾ നാളെ തന്നെ അത് സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം നാളെ ഒരു പ്രധാനപ്പെട്ട പ്രചരണം പാലക്കാട്ട് നടക്കുന്നുണ്ട്. ഇന്ന്